ദീർഘനാളത്തെ ജനങ്ങളുടെ ആവശ്യത്തിനൊടുവിലാണ് കൊപ്പത്ത് ട്രാഫിക് സിഗ്നൽ സംവിധാനം നിലവിൽ വരുന്നത്. കൊപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 4 മാസമായി ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രവർത്തന സജ്ജമായിട്ട്. എന്നാൽ പ്രദേശത്ത് വൈദ്യുതി നിലച്ചാൽ ട്രാഫിക് സിഗ്നൽ നിശ്ചലമാകുന്ന സ്ഥിതിയാണുള്ളത്. ഇത് വീണ്ടും കൊപ്പത്തെ ഗതാഗത കുരുക്കിലേക്ക് തള്ളിവിടുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി KSEB പ്രവർത്തികൾ നടക്കുന്നതാണ് വൈദ്യുതി വിച്ഛേദിക്കാനായുള്ള കാരണമായി അധികൃതർ പറയുന്നത്. ടൗണിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയായതോടെ വാഹനങ്ങളുടെ വലിയ ഗതാഗത കുരുക്ക് പതിവായിരുന്നു. ഇത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അവസ്ഥയുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി, റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നിവയുടെ അനുമതിയോടെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് തന്നെ നേരിട്ട് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമായതോടെ കൊപ്പത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരവുമായിരുന്നു. സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഫ്രീ ലെഫ്റ്റ് സംവിധാനം വേണ്ട വിധത്തിൽ നടപ്പാവുന്നില്ലെന്ന ആക്ഷേപമുയർന്നിരുന്നു. ഫ്രീ ലെഫ്റ്റ് ഏർപ്പെടുത്തേണ്ട സ്ഥലത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾ വിലങ്ങുതടിയായി നിൽക്കുന്നതാണ് ഇതിന് കാരണം. കൊപ്പം സെന്ററിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. പോസ്റ്റുകൾ മാറ്റുന്നത് സംബന്ധിച്ച് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചെങ്കിലും അതും പാതി വഴിയിലാണ്. പോസ്റ്റുകൾ നീക്കം ചെയ്താൽ മാത്രമാണ് സിഗ്നൽ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ഫ്രീ ലെഫ്റ്റ് സംവിധാനം പൂർണ്ണതോതിൽ നടപ്പാക്കാനും കഴിയൂ. പല പ്രദേശങ്ങളിലും സിഗ്നൽ പ്രവർത്തിക്കാനായി സോളാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കൊപ്പത്ത് ഇത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതുമൂലം വൈദ്യുതി നിലയ്ക്കുമ്പോൾ സിഗ്നൽ പ്രവർത്തിക്കാത്തതും ടൗണിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നതും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്.